ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നമുക്ക് ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു പഴം പായസമാണ്. ഞാനിവിടെ ഒരു നാടൻ പഴം കിട്ടിയിട്ടുണ്ട്, നേന്ത്രപ്പഴം. അത് ഒരുപാട് വലിപ്പമൊന്നുമില്ല, ചെറുതാണ്. പിന്നെ 4 ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ ജവ്വരി ഞാൻ ഒരു 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ഒരു 3/4 മൂടി തേങ്ങ ചിരകി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റായി തന്നതാണ്, ബാംഗ്ലൂരത്തെ. ഇതൊന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ അടപ്പ്. ഞാൻ ആദ്യമായിട്ട് പായസം വെക്കാമെന്ന് ഫ്രണ്ട്സ് തന്നതാണ്, ഗിഫ്റ്റായിട്ട് ബാംഗ്ലൂരത്തെ ഒരു ഫ്രണ്ട്സ് തന്നതാണ്. അതിൻ്റെ കൂടെ കയ്യിലുണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഇഡ്ഡലി പാത്രം തന്നിട്ടുണ്ട്. ഞാനിതിൽ ഒരിക്കൽ പുട്ടുണ്ടാക്കി പറയാൻ മറന്നതാണ്. അതിൻ്റെ 3 ചില്ല്, ഒരു തട്ടയൊക്കെ ഉണ്ട്. ഇനി പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ആദ്യമായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കുക. വെള്ളം ഒരു 5 വെള്ളമുണ്ട്, അതൊന്ന് ചൂടാകാൻ വെക്കുക. വെള്ളം ഒന്ന് അരിഞ്ഞ ശേഷം നമുക്ക് പായസം ഉണ്ടാകും. ഞാൻ ഈ വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും പഴം ഒന്ന് വരട്ടിയെടുക്കണം. ഈ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടാക്കിയിട്ട് വരട്ടിയെടുത്ത ശേഷം നമുക്ക് ഒന്ന് അരച്ചെടുക്കണത്. ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് പഴം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു വലിയ പാത്രമായി. ആദ്യമായിട്ട് പായസം വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പഴമൊക്കെ നുറുക്കിയതാണ്, നാടൻ പഴം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ച് ചൂടാകണം. ചൂടാറിയ ശേഷം നമുക്കത് അരയ്ക്കാം. ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ജവ്വരി ഒന്ന് വേകാൻ വെക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ജവ്വരി ഒന്ന് വേകാൻ വെക്കാം. ഒന്ന് കൂട്ടി വെക്കാം. ഇതൊന്ന് വേകുമ്പോഴേക്ക് ഞാൻ ഇതൊന്ന് അരച്ചിട്ട് വരാം. വെല്ലം ചൂടാക്കി ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വേകട്ടെ. ജവ്വരി വെന്തിട്ടുണ്ട്. ഞാൻ ഈ പഴം അരച്ചത് ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് വേവിച്ചിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് അരച്ച ശേഷം ഇങ്ങനെ ഉണ്ടാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വേകണമെന്നൊന്നുമില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. നന്നായി ചൂടായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കുക. കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കാം. നമുക്ക്
കുറച്ച് കുറവേ വേണ്ടു. എന്നാലും പായസം പറയുമ്പോൾ കുറച്ച് മധുരം ആവശ്യമാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പഴം നമുക്ക് ഓണത്തിനൊക്കെ ഇങ്ങനെ നമ്മൾ ഓണത്തിന് പഴം പായസം വയ്ക്കും. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ആദ്യം രണ്ടാം പാൽ ഒഴിക്കുക. എല്ലാം ചൂടായതാണ്, അതുകൊണ്ട് വേഗ ചൂടാക്കുക ഒന്നും ആവശ്യമില്ല. അങ്ങനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഞാൻ ഈ അടുപ്പിൽ ഒന്ന് അണ്ടിപ്പരിപ്പ് വറുക്കണം. ഒന്ന് ചൂടാവട്ടെ. പെട്ടെന്ന് ചൂടാകും. വേഗം എളുപ്പത്തിൽ നമുക്ക് 2 പഴം ഉണ്ടെങ്കിൽ ജവ്വരി ഇടേണ്ട ആവശ്യമില്ല. ജവ്വരി വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ആവശ്യമില്ല. നമുക്ക് പഴം മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു. ഇനി ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതാ ഒന്നാം പാൽ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എത്ര വേണമെന്ന് വെച്ചാലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കുക, അല്ലെങ്കിൽ കമ്മി വേണമെങ്കിൽ കമ്മി ഒഴിക്കുക. ഞാൻ കമ്മിയായ കാരണം ഇതാ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഏലക്കായ ഇങ്ങനെയാണ് ഇടുന്നത്, പൊടിച്ചിട്ടില്ല. പൊടിച്ച് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത് കേട് വരും കാരണം ഞാനത് പൊടിച്ച് വെക്കില്ല. ഞാനിങ്ങനെ തൊലിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. തിളയ്ക്കാറായി. തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് താളിക്കാം. ഒന്ന് ഇറക്കി വെക്കാം. നമുക്ക് ഒരു കരണ്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതാ ഞാനിത് ചൂടായിട്ടുണ്ട്. കരണ്ടി വെച്ചിട്ട് എനിക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഞാനിത് ഇവിടെ ഉണ്ടാക്കിയ നെയ്യാണ്. അത് ചൂടായിട്ടുണ്ട്. ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓണത്തിനൊക്കെ 10 ദിവസം പായസവും നല്ല നല്ല കറികളൊക്കെ വയ്ക്കുക. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. വീഡിയോയിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. അണ്ടിപ്പരിപ്പൊക്കെ ഇതാ റെഡിയായി. ഞാൻ അതിലേക്ക് മാറ്റുന്നുണ്ട്. ഇതേ എണ്ണയിൽ തന്നെ, ഇതേ നെയ്യിൽ തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അങ്ങനെ നന്നായി ഒന്ന് വറുത്തിട്ട് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് വറന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ആക്കാം. എന്നിട്ട് പായസത്തിലേക്ക് ഞാൻ ഇടാൻ പോകണം. നല്ലൊരു പായസം, പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴവും ജവ്വരി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.